കഴിഞ്ഞ വീഡിയോയിൽ യൂറോപ്പിലോട്ട് 1,92,000 പേര്, ഏകദേശം 2,00,000 പേര് 2024 ഇന്ത്യയിൽ നിന്ന് റെസിഡന്റ് പെർമിറ്റ് വാങ്ങി വന്നതിനെ പറ്റി ഞാൻ സംസാരിച്ചായിരുന്നു. നമ്മൾ കാണുന്ന ഏജൻസീസ് എല്ലാം ഫേക്ക് ആണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എന്തായിരിക്കും? റിയൽ ആയിട്ട് യൂറോപ്പിലോട്ട് വരാനും ഇവിടെ ജോലി സമ്പാദിക്കാനും ഇവിടെ സെറ്റിൽ ആവാനും എന്തൊക്കെ വഴിയുണ്ട്? ആ വഴികളെ പറ്റിയും അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ യൂറോപ്പിലോട്ട് വരിക എന്നുള്ളത് ഓവർനൈറ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ല. ഒരു 10 ദിവസം കൊണ്ടോ 20 ദിവസം കൊണ്ടോ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് വിസയൊക്കെ ഞാൻ പ്രോമിസ് ചെയ്തിട്ട് നിങ്ങളെ യൂറോപ്പിലോട്ട് കൊണ്ടുവരാമെന്നൊന്നും ഓവർ പ്രോമിസ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ആ പ്രോസസ്സിന് ഡിറ്റർമിനേഷൻ വേണം. നിങ്ങളുടെ ഞാൻ അന്ന് പറഞ്ഞ പോലെ, പഴയ വീഡിയോയിൽ പറഞ്ഞ പോലെ ഹാർഡ് വർക്ക് വേണം. നിങ്ങൾ ഡിസിപ്ലിനായിട്ട് ഈ യൂറോപ്പാണ് എൻ്റെ ലക്ഷ്യം എന്ന രീതിയിൽ വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ മാത്രമാണ് ഇത് നടക്കാൻ പോകുന്നത്. സോ ഈ വീഡിയോ ഞാൻ അന്ന് പറഞ്ഞ പോലെ കുറച്ച് ഡീറ്റെയിൽ വീഡിയോ ആയിരിക്കും. അപ്പോൾ മുഴുവനായിട്ട് കാണുക. യൂറോപ്പാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ മുഴുവനായിട്ട് കാണുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. യൂറോപ്പിലോട്ട് വരാനായിട്ട് അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. യൂറോപ്പിൽ ജോലി അന്വേഷിക്കുന്ന എല്ലാവരും ആദ്യമായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജോബ്സ് ഇൻ യൂറോപ്പ് എന്ന് പറഞ്ഞിട്ടാണ് സെർച്ച് ചെയ്യുന്നത്. യൂറോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കൺട്രി അല്ല, 10-28 കൺട്രികൾ ചേർന്നുള്ളതാണെന്നുള്ള ആദ്യത്തെ സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓരോ കൺട്രിക്കും അതിൻ്റേതായ റൂൾസും അതിൻ്റേതായ ജോബ് സെക്ടേഴ്സും ഉണ്ടെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ തീരുമാനം എടുക്കേണ്ടത് യൂറോപ്പിലോട്ട് വരിക, യൂറോപ്പിലോട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഏത് കൺട്രിയിലാണ്, യൂറോപ്പിലെ ഏത് കൺട്രിയിലോട്ടാണ് നിങ്ങൾക്ക് വരേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം തീരുമാനിക്കുക. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മേജറായിട്ടും സ്കിൽഡും അൺസ്കിൽഡും ആയിട്ടുള്ള ജോബ്സ് യൂറോപ്പിൽ അവൈലബിൾ ആണ്. സോ നിങ്ങളുടെ കാറ്റഗറി, നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുമെന്ന കാര്യം കൂടെ നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. നിങ്ങൾ സ്കിൽഡ് ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആണോ, അതോ അൺസ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെമി സ്കിൽഡ് ആയിട്ടുള്ള റിസോഴ്സ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം നിങ്ങളോട് തന്നെ നിങ്ങളുടെ ഒരു അനാലിസിസ് നടത്തുക. കാരണം നിങ്ങളൊരു സ്കിൽഡ് റിസോഴ്സാണ്, ഒരു IT എഞ്ചിനീയർ ആണ്, അല്ലെങ്കിൽ നിങ്ങളൊരു മെഡിക്കൽ പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങളുടെ പാത്ത് വേ വേറെയാണ്. അതേ സമയത്ത് നിങ്ങളൊരു സെമി സ്കിൽഡ് ആണ്, അല്ലെങ്കിൽ ലോജിസ്റ്റിക്സിൽ എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ വെയർ ഹൗസിൽ നിങ്ങൾ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു ഇലക്ട്രീഷ്യൻ ആണ്, നിങ്ങളൊരു പ്ലംബർ ആണ്, അതിൻ്റെയൊക്കെ സർട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ അടുത്തുണ്ട്, റിലവൻ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സും റിലവൻ്റ് എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പാത്ത് വേ വേറെയാണ്. അപ്പം ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ യൂറോപ്പിലോട്ട് വരാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുക. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുടെ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അത് നിങ്ങളുടെ റെസ്യൂമെ പ്രിപ്പറേഷൻ ആണ്. നിങ്ങൾ ഇപ്പോൾ സാധാരണ ഇന്ത്യയിലുള്ള ആളുകളൊക്കെ റെസ്യൂമെ പ്രിപ്പറേഷൻ പറയുമ്പോൾ അവിടെയുള്ള കമ്പനീസിൻ്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ടായിരിക്കും റെസ്യൂമെ ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. മോസ്റ്റ് ഓഫ് ദ റെസ്യൂമെയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 2 പേജ് ആയിരിക്കും, അല്ലെങ്കിൽ 3 പേജ് ആയിരിക്കും. ചില ആളുകൾക്ക് കവർ ലെറ്റർ കാണും, ചില പേർക്ക് കവർ ലെറ്റർ കാണില്ല. ഇങ്ങനെ പല രീതിയിലുള്ള റെസ്യൂമെ, അതിനൊരു പെർട്ടിക്കുലർ ഫോർമാറ്റ്. ഇന്ത്യയിൽ ഒരു സ്റ്റാൻഡേർഡ് റെസ്യൂമെ ഫോർമാറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ഇല്ലെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. അത് ഓരോരുത്തരുടെ റെസ്യൂമെ പ്രിപ്പറേഷൻ നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതോ നിങ്ങളൊരു പ്രൊഫഷണലിൻ്റെ അടുത്ത് കൊടുത്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അങ്ങനെ പല രീതിയിൽ നിങ്ങൾ റെസ്യൂമേസ് പ്രിപ്പയർ ചെയ്യാം. പക്ഷേ അക്രോസ് യൂറോപ്പിൽ ഇവിടുത്തെ റെസ്യൂമേസിൽ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിനനുസരിച്ച് വേണം നിങ്ങളുടെ റെസ്യൂമേയിൽ നിങ്ങൾ മാറ്റങ്ങൾ വരുത്താനായിട്ട്. ഇന്ത്യയിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന റെസ്യൂമെ അതുപോലെ യൂറോപ്പിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിജക്ഷൻ റേറ്റ് കൂടാനാണ് ചാൻസസ്. കാരണം നിങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സിനെ പറ്റി കൂടുതൽ നിങ്ങൾ സംസാരിക്കണം. നമ്മൾ ഇന്ത്യയിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ എന്തൊക്കെ ചെയ്തു അങ്ങനെയാണ് കൂടുതൽ നമ്മൾ റെസ്യൂമേക്കകത്ത് അപ്ഡേറ്റ് ചെയ്യാറ്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്തൊക്കെ അച്ചീവ് ചെയ്തു, നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സിനെ പറ്റിയിട്ടാണ് കൂടുതലായിട്ട് ഇവർക്ക് അറിയേണ്ടത്. അത് മാത്രമല്ല, അതിനൊരു പെർട്ടിക്കുലർ ഫോർമാറ്റ് ഉണ്ട്. സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് സംസാരിക്കാം. അല്ലെങ്കിൽ ഗൂഗിളിലോ ChatGPT ഒക്കെ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. നിങ്ങൾ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ റെസ്യൂമെയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് വേണം നിങ്ങൾ ജോബ് അപ്ലൈ ചെയ്യാനുള്ള ഫസ്റ്റ് പ്രോസസ്സ് തന്നെ നിങ്ങൾ തുടങ്ങേണ്ടത്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് വിശ്വസിച്ച് യൂറോപ്പിലെ ജോലികൾക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റ്സ് ആണ്, ട്രസ്റ്റഡ് വെബ്സൈറ്റ്സ് ആണ്. അതിനെക്കുറിച്ച് ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. ആ വീഡിയോയ്ക്ക് അടിയിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ട് ഞാൻ ആ വെബ്സൈറ്റ്സിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തായിരുന്നു. ഇൻ കേസ് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ പോയി കാണുക. അല്ല, നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് അടിയിൽ നിങ്ങൾ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താലും ഞാൻ ആ വെബ്സൈറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. പല ആളുകളും 1-2 ആപ്ലിക്കേഷനൊക്കെ അയച്ചിട്ട് അത് റിജക്റ്റ് ആകുമ്പോൾ അവർക്ക്
ഇനിയിപ്പോൾ യൂറോപ്പിലോട്ട് ജോലിക്കൊന്നും അപേക്ഷിക്കേണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് വരും. നമ്മൾ റിജക്ഷനൊക്കെ നോർമലാണ്. അത് നമ്മൾ ഇവിടുത്തെ ആളുകളൊക്കെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. നമ്മുടെ നാട്ടിലത്തെ പോലെ വളഞ്ഞ് തിരിഞ്ഞ് പറയുന്ന കാര്യങ്ങളൊന്നുമില്ല. പറ്റില്ലെങ്കിൽ പറ്റില്ല. നിങ്ങളുടെ പ്രൊഫൈല് ആപ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ക്വാളിഫൈഡ് അല്ലെങ്കിൽ അവർ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് നിങ്ങളോട് പറയും നിങ്ങളുടെ പ്രൊഫൈൽ റിജക്റ്റഡ് ആണ്. നിങ്ങൾ യു ക്യാൻ ട്രൈ നെക്സ്റ്റ് ടൈം ഓർ ട്രൈ ഫോർ സം അതർ ഓപ്പർച്യൂണിറ്റീസ് എന്ന്. സോ നമ്മൾ ഒന്നോ രണ്ടോ തവണ നിങ്ങൾ കാണുമ്പോൾ അയ്യോ ഇവർ എന്നെ സെലക്ട് ചെയ്യുന്നില്ല, ഇനിയിപ്പോൾ ഒരു കമ്പനിയിൽ യൂറോപ്പിൽ എനിക്ക് ജോലി കിട്ടാൻ പോകുന്നില്ല, അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് ജോലി കിട്ടാത്തത് എന്നുള്ള കാരണം നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആ കാരണത്തിന് നിങ്ങൾ കറക്ഷൻസ് വരുത്തിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ആ എഫേർട്ട് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ, ഇതാണ് ഞാൻ ഇനീഷ്യലായിട്ട് പറയുന്നത്, നിങ്ങൾ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് യൂറോപ്പിലെ ജോലി വിദൂരത്തിലല്ല. പക്ഷെ നിങ്ങളത് അതിനുള്ള മൈൻഡ് ഉണ്ടായിരിക്കണം. നിങ്ങളത് പോസിറ്റീവായിട്ട് എടുത്തിട്ട് കറക്ഷൻസ് വരുത്തിയിട്ട് യു നീഡ് ടു കണ്ടിന്യൂ അപ്ലൈയിങ് ഫോർ ജോബ്സ്. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ആ ജോലി കിട്ടിയിരിക്കും. പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ അതിനെപ്പറ്റി ഒരുപാട് ഡിസ്കസ് ചെയ്താണ്. ഇത് സ്കാംസ് എന്ന് സ്റ്റേ അവേ ഫ്രം സ്കാംസ്. അതായത് ഒരുപാട് ആളുകൾ ഇതിനായിട്ട് ഞാനിപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് ഒരു 33 പേർക്ക് ഞാൻ സ്കാം ആയിട്ട് അയച്ചിട്ടുള്ള ഓഫർ ലെറ്റേഴ്സൊക്കെ ഞാൻ വാലിഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് അത്രയും എൻക്വയറീസ് വരുന്നുണ്ട്. അത്രയും പേര് എനിക്ക് വന്ന് ഓഫർ ലെറ്റേഴ്സ്, അതായത് പലതരത്തിലുള്ള ഓഫർ ലെറ്റേഴ്സ്, ചില ഓഫർ ലെറ്റേഴ്സ് കമ്പനി കൊടുത്താണ് എന്ന് പറയുന്നത്, ചില ഓഫർ ലെറ്റേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള കൺസൾട്ടൻസിയെ കൊണ്ട് ഓഫർ ലെറ്റർ കൊടുത്തിരിപ്പിക്കുകയാണ്. അവർക്കൊരു ലിങ്ക്ഡിൻ പേജില്ല. അങ്ങനെ അവരുടെ പ്രൊഫൈലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര കോമഡിയാണ്. അതായത് അതായത് ടെക്നിക്കലി ഒന്നും അറിയാത്ത ആളുകളെ മാത്രമേ ഇവരെ കൊണ്ടൊക്കെ പറ്റിക്കാൻ പറ്റത്തുള്ളൂ. അവരുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലല്ല, അവരുടെ വെബ്സൈറ്റ്സ് തന്നെ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ അവർ ഇട്ടിട്ടുള്ള ഫോട്ടോഗ്രാഫ്സിൻ്റെ ഡയമെൻഷനും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതൊരു ഉഡായിപ്പ് പരിപാടിയാണ്. ഇത് നിറയെ പേർക്ക് ഇത് അറിയാത്തതുകൊണ്ടാണ് ഇവർ പോയി ചാടുന്നത്. പിന്നെ ഇന്ന് ഞാൻ കുറേ ഏജൻസിൻ്റെ ഓഡിയോസ് എനിക്ക് അയച്ചു തന്നായിരുന്നു. ആ ഓഡിയോസിലൊക്കെ അവർ പറയുന്നത് നിങ്ങൾ 90,000 നിങ്ങൾ ഇൻ കേസ് നിങ്ങൾക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് 80% തിരിച്ചു തരും, ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സ്കാംസ് എന്നൊക്കെ സ്റ്റേ അവേ ഫ്രം സ്കാംസ്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞില്ല, ഇതത്ര റോക്കറ്റ് സയൻസ് ഒന്നല്ല. നിങ്ങൾ കുറച്ച് എഫേർട്ട് ഇടാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏജൻസിൻ്റെ അല്ലെങ്കിൽ കൺസൾട്ടൻസിൻ്റെ ഹെൽപ്പ് ആവശ്യം വരും. പക്ഷേ എല്ലാത്തിനും പോയി നിങ്ങൾ ഈ ഏജൻസ് വിചാരിച്ചാൽ മാത്രമേ ജോലി കിട്ടൂ എന്നുള്ള മൈൻഡ് സെറ്റ് മാറ്റുക. അങ്ങനെയുള്ള ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ ചാൻസസ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക. അതായത് ഇപ്പോൾ എൻ്റെ വീടിനടുത്തുള്ള എൻ്റെ ഫ്രണ്ട് യൂറോപ്പിലോട്ടുള്ള വീസ അപ്ലൈ ചെയ്യാൻ പോവാണ്. അവനൊരു ഏജൻസിൻ്റെ അടുത്ത് പൈസ കൊടുക്കാൻ പോവാണ്. അതുകൊണ്ട് ഞാനും അപ്ലൈ ചെയ്യാൻ പോവാണ്. അതല്ലെങ്കിൽ എനിക്ക് വേറെ ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല, ഞാൻ അത് നോക്കി ഇത് നോക്കി അതൊന്നും വർക്കൗട്ട് ആയില്ല, ഇനിയിപ്പോൾ കുറച്ച് യൂറോപ്പിലോട്ട് ജോലി അപേക്ഷിച്ച് നോക്കാം, ഇതൊക്കെ അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് അല്ലാണ്ട് നിങ്ങളൊരു ക്ലിയർ ഡിസിഷൻ എടുത്തതിന് ശേഷം ഞാൻ ഓൾറെഡി പറഞ്ഞാണ് ഈ വീഡിയോയിൽ, നിങ്ങളുടെ ഒരു സെൽഫ് അനാലിസിസ് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ വേർ ഡു യു സ്റ്റാൻഡ് ടുഡേ. അതായത് നിങ്ങളിപ്പോൾ ഒരു പെർട്ടിക്കുലർ ജോലിക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ നെതർലൻഡ്സിലാണ് ഒരു ജോലിക്ക് അപേക്ഷിക്കുന്നതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ജർമ്മനിയിലാണ് ഒരു ജോലിക്ക് അപേക്ഷിക്കാമെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ജർമ്മനോ ഡച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയോ? അപ്പോൾ അത് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, ഈ പ്രോസസ്സ് ഈസ് ഗോയിങ് ടു ടേക്ക് ടൈം. ഒരു 3 to 6 months 6 to 9 months അല്ല അതിലും കൂടുതൽ നിങ്ങൾ എടുക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങളുടെ സ്കിൽസ് നിങ്ങൾ ഒന്നും കൂടി ഷാർപ്പൻ ചെയ്തുകൂടാ? നിങ്ങളൊരു റെസ്യൂമേക്കകത്ത് ബേസിക് ജർമ്മൻ അറിയാം, അല്ലെങ്കിൽ ബേസിക് ഡച്ച് അറിയാം, അല്ല ബേസിക് വേറെ എന്തെങ്കിലും ലാംഗ്വേജ്, യൂറോപ്പിലുള്ള ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ അത് നിങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് അത് നിങ്ങളുടെ റെസ്യൂമേയിലും നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സിലും വർക്ക് ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ ചാൻസസ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ ഒരു പെർട്ടിക്കുലർ കോഴ്സ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഇലക്ട്രീഷ്യനാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു പ്ലംബറാണ്, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഓപ്പറേറ്റർ ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ റിലവൻ്റ് ആയിട്ട് എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടോ? എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അതിന് റിലവൻ്റ് ആയിട്ട് എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് നിങ്ങൾ അത് ചിലപ്പോൾ നിങ്ങൾ നാട്ടിലൊരു ജോലി ഏറ്റെടുത്തിട്ട് നിങ്ങൾ കുറച്ച് കാലം ചെയ്യേണ്ടി വരും. കാരണം നിങ്ങളുടെ അൾട്ടിമേറ്റ് എയിം യൂറോപ്പിലോട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ യൂറോപ്പിലോട്ട് വരാനായിട്ട് 4 ലക്ഷം 5 ലക്ഷം 10 ലക്ഷം കൊടുക്കാൻ റെഡി ആയിട്ടുള്ള നിങ്ങൾക്ക് എന്തുകൊണ്ട് റിലവൻ്റ് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തുകൂടാ? അതുപോലെ തന്നെ നിങ്ങളൊരു പെർട്ടിക്കുലർ സർട്ടിഫിക്കേഷൻ, പക്ഷേ സർട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കോഴ്സിൽ അഗെയിൻ ഒരു ലിസ്റ്റ് ഓഫ് സ്കാമിൽ പോയി നിങ്ങൾ പെടരുത്. ആ സർട്ടിഫിക്കേഷൻ യൂറോപ്പിൽ വാലിഡ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇലക്ട്രീഷ്യൻ ആയിരിക്കും, ഭയങ്കര ഇലക്ട്രീഷ്യൻ ആയിരിക്കും. നാട്ടിൽ നിങ്ങളൊരു ബിൽഡിംഗ് വന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിങ്ങൾ ആ ബിൽഡിങ്ങിൻ്റെ കംപ്ലീറ്റ് വയറിങ് എല്ലാ കാര്യങ്ങളും ലൈറ്റിംഗ് ഒക്കെ നിങ്ങൾ ഫിറ്റ് ചെയ്യായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ? ആസ് എൻ ഇലക്ട്രീഷ്യൻ നിങ്ങൾക്ക് എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ ഉണ്ടോ? നിങ്ങൾക്ക് ഇൻ കേസ് ആ സർട്ടിഫിക്കേഷൻ ഇല്ലെങ്കിൽ ആ സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതുപോലെ നിങ്ങൾ ഏത് തരം ജോലിക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ ആ ജോലിയായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കേഷൻസും റിലവൻ്റ് എക്സ്പീരിയൻസും എല്ലാം നിങ്ങളുടെ റെസ്യൂമേയിൽ ഉൾപ്പെടുത്താനും ആ റിലവൻറ്റ് സ്കിൽസ് നിങ്ങൾ അക്വയർ ചെയ്യാനായിട്ട് നിങ്ങൾ എന്തൊക്കെ നിങ്ങൾ ചെയ്യണോ അതൊക്കെ നിങ്ങൾ ചെയ്തതിന് ശേഷമാണ് നിങ്ങളുടെ ഇനീഷ്യൽ പ്രോസസ് ഓഫ് അപ്ലൈയിങ് ഫോർ ജോബ് ഷുഡ് ഹാപ്പൻ.
അടുത്തത് നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലാണ്. എല്ലാവർക്കും ഫേസ്ബുക്ക് ഉണ്ടാവും, ഇൻസ്റ്റാഗ്രാം ഉണ്ടാവും, ടിക്ടോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ആർക്കും കാണില്ല. സോ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എന്താന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ കാണും. പക്ഷേ അത് കുഴപ്പമില്ല. ഇറ്റ് ഡസൻ മാറ്റർ. ഓക്കെ. പക്ഷേ നിങ്ങളുടെ അടുത്ത് അക്കൗണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. കാര്യങ്ങൾ അപ്പപ്പോൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇൻ കേസ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഇല്ലെങ്കിൽ യു ഡോണ്ട് ഫീൽ ഫോർ ഇറ്റ്, യു ഗോ ക്രിയേറ്റ് വൺ ടുഡേ. അത് എന്തിനാണ് ഞാൻ പറയുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു 3 മന്ത്സോ 6 മന്ത്സോ 12 മന്ത്സിലൊക്കെയാണ് ഈ ജോലി അപേക്ഷിച്ച് നമ്മൾക്ക് യൂറോപ്പിലോട്ട് വരാൻ പോകുന്നത്. സോ അതിന് മുന്നേ നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ അപ്ഡേറ്റഡ് ആയിരിക്കണം. അത് മാത്രമല്ല, നിങ്ങളെ കൊണ്ട് കഴിയുന്ന സമയത്തൊക്കെ നിങ്ങളുടെ വ്യൂസ്, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻസും നിങ്ങളുടെ ജോലിയും നിങ്ങളൊരു നെറ്റ്വർക്കും എല്ലാം നിങ്ങൾ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ യൂറോപ്പിൽ ജോലി നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് ഇവിടുത്തെ എംപ്ലോയേഴ്സ് നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എന്തായാലും പോയി നോക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലും ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലൊന്നും അവർ പോയി നോക്കാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ അവർ ഡെഫിനറ്റ്ലി ദേ ഗോണ ചെക്ക്. അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജോലി അപേക്ഷിക്കുന്നതിൻ്റെ ഒരു ദിവസം മുന്നെയാണ് നിങ്ങൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാസം മുന്നെയാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെങ്കിൽ, അത് കണ്ടുപിടിക്കാൻ അത്ര വലിയ സമയമൊന്നുമില്ല. അത് റോക്കറ്റ് സയൻസ് ഒന്നല്ല. അപ്പോൾ അതുകൊണ്ട് യു മേക്ക് ഷുവർ ദാറ്റ് യു ആർ നോട്ട് ഫോളോയിങ് ഫോർ ദാറ്റ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെങ്കിൽ യു ക്യാൻ ജസ്റ്റ് പിങ് മീ, ഐ വിൽ ട്രൈ ടു ഹെൽപ്പ് യു ഔട്ട്. ബട്ട് നിങ്ങൾക്ക് തന്നെ അത് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ യൂറോപ്പിലോട്ടുള്ള യാത്രയുടെ വീഡിയോ സീരീസ് ഇന്ന് നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഓരോ ടോപ്പിക്കും ഇൻ ഡെപ്ത് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത തവണ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.